ഹലോ, ഇന്ന് ഞങ്ങളിതാ കോഴിക്കോട് പോവാണ് കേട്ടോ. അതായത് വിച്ചുവിൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ ഈ ഒരു നേവി ബ്ലൂ കളർ കുർത്തയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇതും അതുപോലെ തന്നെ വൈറ്റ് ലെഗിൻസ് ആണ്. ഈ ഒരു കുർത്ത ഞാൻ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല അടിപൊളി കുർത്തയാണ് കേട്ടോ. അപ്പം ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മേനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ കോഴിക്കോടേക്ക് ഡ്രൈവ് ചെയ്യില്ല, ചില ബുദ്ധിമുട്ടുള്ള കാരണം. അപ്പോൾ നമ്മൾ ബിജുക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബിജുക്കയാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരം ഞാൻ ഓടിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ ബിജുക്ക് ഓടിച്ചു. ഓൺ ദ വേ നമ്മളൊരു ഓറിയോ ഷേക്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1.5-2 മണിക്കൂറോട് നമ്മളിതാ കോഴിക്കോട് എത്തിയിട്ടോ ഗുരുവായൂരിന്ന്. ഇത് അമ്മയുടെ തറവാടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കസിൻസും എല്ലാവരും എത്തിയിട്ടുണ്ട്, ചെറിയമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഉച്ചത്തെ ഭക്ഷണം ഇവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണോ പൂരാണോ എന്താ കറക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ മെയിനായിട്ട് കോഴിക്കോട് എത്തിയത്. അപ്പോൾ അമ്മയ്ക്ക് വഴിപാട് കൊടുക്കാനുണ്ടായിരുന്നു, അമ്പും വില്ലും. അങ്ങനെ അതൊക്കെ കൊടുത്ത് നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. എനിക്ക് പിന്നെ ഇവിടെ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ അമ്പലങ്ങളെ പോലെയല്ല ഇവിടെ അമ്പലത്തിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല കേട്ടോ. സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഒരാൾ പോലും വീഡിയോ എടുക്കുന്നതോ ഫോട്ടോ എടുക്കുന്നതോ ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു, ഒരാൾ പോലും ഫോട്ടോ എടുക്കുന്നതൊന്നും കണ്ടില്ല. എന്തായാലും നമ്മൾ തൊഴുതിറങ്ങി, നമ്മളും ഫോട്ടോയും വീഡിയോസും ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഐസ്ക്രീമും ബജ്ജിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കുട്ടികൾക്ക് ഞാൻ ടോയ്സ് ഒക്കെ മേടിച്ച് കൊടുത്തു കേട്ടോ. അതിനുശേഷം തറവാട്ടിൽ വന്ന് നമ്മൾ മാങ്ങയും അതുപോലെ തന്നെ പഴവും കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ തറവാട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കുളം ഉണ്ട് കേട്ടോ, നല്ല വലിയ കുളമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം പോയി കണ്ടു. ഇനി നമ്മൾ നേരെ അമ്മച്ചനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അങ്ങനെ അമ്മച്ചനെയും കണ്ട് നമ്മൾ ഓൺ ദ വേ നമ്മൾ കല്ലുമ്മക്കായൊക്കെ മേടിച്ചിട്ടാണ് ഗുരുവായൂർക്ക് മടങ്ങിയത്.